ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കല്ലുമ്മക്കായ തോരനുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കല്ലുമ്മക്കായ തോരനുണ്ടാക്കാൻ വേണ്ടി 1 കിലോ കല്ലുമ്മക്കായ എടുത്ത് ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ മുങ്ങത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് സ്റ്റൗ മീത വെച്ച് നമുക്കത് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങാൻ വെച്ച കല്ലുമ്മക്കായ പകുതി വെന്ത് വരുന്നുണ്ട്, തിളവന്ന് തുടങ്ങുന്നുണ്ട്. പുറത്തേക്ക് തോട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു തവിയുടെ ബാക്ക് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കല്ലുമ്മക്കായ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്കിതുപോലെ പൊളിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചിപ്പി ഉണ്ടാകും, അതെടുത്ത് കളയണം. എന്നാൽ അതെല്ലാം അതുപോലെ ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇത്രയും കല്ലുമ്മക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കിലോ കല്ലുമ്മക്കായ കിട്ടിയ ഇറച്ചിയാണിത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കഴുകി എടുത്ത് കൊണ്ടുവരണം. ഇതിൻ്റെ ഉള്ളിൽ പൂഴിയൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. കല്ലുമ്മക്കായ ഇവിടെ നല്ലതുപോലെ കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി ചെറുതായ രീതിയിൽ ഇതുപോലെ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. സ്റ്റൗ മീത ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ജീരകമാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയാണ്, മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഒരു 5 അല്ലി വെളുത്തുള്ളി കൂടി രണ്ടും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 5 ചെറിയ ഉള്ളിയും ഒരു 10 കാന്താരിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കല്ലുമ്മക്കായ തോരൻ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചധികം വേണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പച്ചമുളകും കാന്താരിയും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് മതി. ഇതിൽ പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എരിവ് കൂടുതലായി പോകാൻ പാടില്ല. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇതിൽ പിടിക്കുന്ന വിധത്തിൽ, ഈ മസാലകളൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടിയിട്ടൊന്ന് വെക്കാം. 2 മിനിറ്റ് അതവിടെ നിന്ന് വെന്ത് വരട്ടെ. ചെറുതീയിൽ വെക്കണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്, ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് 2 മിനിറ്റ് കൂടെ മൂടിയിട്ട് വെക്കാം. മൂടിയിട്ട് നമുക്കത് വേവിച്ചെടുക്കണം.
ഇതിവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ഇങ്ങനെ വിതറി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിച്ച് കിട്ടുവാൻ വേണ്ടിയാണ് ലാസ്റ്റ് ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് മൂടിയിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നാൽ ഞാൻ ഈ കല്ലുമ്മക്കായ തോരൻ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.